സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ നോക്കി ഈ ഫോട്ടോയിൽ കാണുന്ന സിംജിത എന്ന് പറയുന്നത് ഒരു പാവം മനുഷ്യനെ കൊന്നു എന്ന് തന്നെ പറയണം. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഇതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പെണ്ണിനുണ്ടായിരുന്നത് 7000 ഫോളോവേഴ്സ് ആയിരുന്നു. ഇന്ന് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് വരെ 8000 ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വാർത്ത വന്നതിന് ശേഷം ഇപ്പൊ ഇവരുടെ പ്രൊഫൈലിലുള്ളത് 10000-ന് മേളിൽ ഫോളോവേഴ്സ് ആണ്. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇതിന്റെ പേരിൽ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുടെ കമന്റ് ബോക്സിൽ പോയി തെറി വിളിച്ചിട്ടോ അവരുടെ പ്രൊഫൈൽ റിപ്പോർട്ട് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. നഷ്ടം മൊത്തം ആ പാവപ്പെട്ട മനുഷ്യന്റെ കുടുംബത്തിനാണ് ഉണ്ടായത്. വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ കൂടുതലൊന്നും പറയില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തേ ഉള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറെ ആരുമില്ല. അവർക്ക് ഒരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള എല്ലാവിധ നഷ്ടങ്ങളും ഇവള് തന്നെ പരിഹരിക്കണം. അത് ഇവളുടെ കുടുംബം വിറ്റിട്ടായാലും വീട് വിറ്റിട്ടായാലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ മനുഷ്യൻ പണിയെടുത്തിട്ടായിരുന്നു ആ കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ഇടാനോ ഫോളോ ചെയ്യാനോ നിൽക്കാണ്ട് ഇത് നിയമത്തിന് വിട്ടുകൊടുക്കണം. അത് മാത്രമല്ല, മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇനി ആരും ഇത് ചെയ്യാൻ മുതലായിട്ടിരിക്കും. ഈ വിഷയത്തിനെ കുറിച്ച് ഇപ്പൊ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആരെയും സൈബർ ബുള്ളിങ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് പ്രോപ്പർ ആയിട്ട് ഒരു അവയർനെസ് ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു വിഷയം പബ്ലിക് പ്ലേസിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു പബ്ലിക് പ്ലേസ് ആണ്, അവിടെ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അവിടെ വെച്ച് റിയാക്ട് ചെയ്യാം. അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയാം ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് കേസ് കൊടുക്കാം. ഇപ്പൊ അപ്സാക്കി രജിയുടെ വിഷയത്തിലാണെങ്കിലും ഈ പറയുന്ന പെണ്ണിന്റെ വിഷയത്തിലാണെങ്കിലും ഇവർ രണ്ടുപേരും ആരും കേസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പബ്ലിസിറ്റി കിട്ടാൻ മാത്രമേ ആൾക്കാർ നോക്കുന്നുള്ളൂ. എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാനുള്ള കാര്യം, ഇതിനൊരു സോഷ്യൽ മീഡിയ ഇഷ്യൂ ആക്കി മാറ്റി അവർക്ക് നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കാതെ അവർക്കെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ അവരുടെ കുടുംബത്തിന് സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഈ പെണ്ണിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാവും എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.